കാലാവസ്ഥയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന പിന്നെ ഒരു ബാർബിക്യൂ അത് നിർബന്ധ. കുറച്ച് കോഴിക്കാലൊക്കെ ചുട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തായാലും ഒരു രസം. വാ. അപ്പൊ പിന്നെ ഒട്ടും ആലോചിച്ച് നിൽക്കാതെ ഫ്രണ്ട്സിനോടെല്ലാം വൈകുന്നേരം വരാൻ പറഞ്ഞ് ചേട്ടന് കടയിൽ പറഞ്ഞിട്ട് കോഴിക്കാൽ മേടിക്കും. ഞാൻ എന്താ മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കാം. മസാലയിൽ ഞാൻ നല്ല സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വിനാഗിരിയിലിട്ട കുറച്ച് വറ്റൽമുളകും പിന്നെ കുറച്ച് പുതിനയിലയും പിന്നെ നമ്മുടെ സാധാരണ മസാലകളും മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അങ്ങനെയുള്ള സംഗതികളെല്ലാം ഇട്ട് അരച്ച് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ അങ്ങ് കയറ്റി വെച്ചു. വൈകുന്നേരം എത്തിയപ്പോഴത്തേനും ഇതാ എത്തിയില്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ. പിന്നെ എന്തെങ്കിലും ആലോചിക്കേണ്ട, കനലൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇതാ തുടങ്ങി നമ്മുടെ അംഗം ഇട്ട് ചുടാൻ തുടങ്ങി. ഒരാൾ ആ തച്ചിനെന്ന് കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ചുട്ട് കോരി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റേറിയൻകാരുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ പിന്നെ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പനീരും ക്യാപ്സിക്കും ഒക്കെ കൂടെ ഒരു ടിക്ക പരുവത്തിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ അവർക്കും ഒരു ബാർബിക്യൂ സെറ്റപ്പ് തയ്യാറാക്കി. കൂടെ തന്നെ കുറച്ച് സാലഡും പിന്നെ കുറച്ച് ഗാർലിക് ബ്രെഡും എല്ലാം കൂടി ആയപ്പോഴത്തേനും പരിപാടി കളറായി. ഇത് നോക്കിക്കേ, നന്നായിട്ട് കോഴിയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കറുമുറു പരുവത്തിലായിട്ടുണ്ട്. ആ കൂടെ ഗാർലിക് ബ്രെഡും. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഗാർലിക് ബ്രെഡ് ഇതിന് നല്ലൊരു കോമ്പോ ആയിട്ട് നിങ്ങൾ മേടിക്കുന്നുണ്ടാവും. ഇനി മേടിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മേടിച്ചു വെക്കണേ. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാണ്. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് അവർക്ക് ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലും ബാർബിക്യൂ സെറ്റപ്പ് തയ്യാറാക്കലും. നമ്മുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും സൊറ പറയാനും ആരെങ്കിലും ഇതുപോലെ ചുട്ടൊക്കെ തരാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ബെസ്റ്റ് സംഭവം പിന്നെ വേറെ എന്താ ഉള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്നൊരു നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇത്.